എറണാകുളം കലൂരിൽ പുത്തൻവീട്ടിൽ ജോണിന്റെയും ത്രേസ്യാമ്മയുടെയും മകനായിട്ടാണ് ശ്രീ ഇഗ്നേഷ്യസിന്റെ ജനനം. പാട്ടുകാരനാവാനായിരുന്നു ഇഗ്നേഷ്യസിന്റെ ആഗ്രഹമെങ്കിലും ദൈവം സംഗീത സംവിധായകന്റെ വഴിയിൽ ഇഗ്നേഷ്യസിനെ നടത്തുകയായിരുന്നു. മലയാളികൾ ഇന്നും ഏറ്റുപാടുന്ന ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ സംഗീത സംവിധായകനായ ശ്രീ ഇഗ്നേഷ്യസ് ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾക്കും സംഗീതം നൽകി. ആലുവ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങി. പിന്നീട് സെന്റ് റീത്താസ് പൊന്നുരുന്നിയിൽ സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കി. KSRTCയിൽ മെക്കാനിക്കൽ സെക്ഷനിൽ 24 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം മലയാള സിനിമാ രംഗത്ത് സജീവമായി തുടരുകയാണ് ദൈവത്തെ തൊട്ടറിഞ്ഞ ശ്രീ ഇഗ്നേഷ്യസ്. കാസറ്റുകളുടെ കാലഘട്ടത്തിൽ ഒത്തിരി ഭക്തിഗാനങ്ങൾക്ക് സംഗീതം നൽകിയ ശേഷം ആദ്യ ചലച്ചിത്രമായ കാഴ്ചയ്ക്കപ്പുറം സംഗീതം നിർവഹിച്ചുവെങ്കിലും ചിത്രം പരാജയമായിരുന്നു. തുടർന്ന് രണ്ടാമത്തെ ചിത്രമായ തേന്മാവിൻ കൊമ്പത്തിലൂടെ സംഗീത ആസ്വാദകർക്കിടയിൽ സ്ഥാനം ഉറപ്പിച്ചു ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ട്. തന്റെ ദൈവാനുഭവം ഇഗ്നേഷ്യസ് പ്രേക്ഷക സമക്ഷം പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. ഇപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷനിലാണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ളൊരു 10-11 കൊല്ലം ഇവിടുത്തെ സ്റ്റുഡിയോകളിലൊക്കെ അങ്ങനെ ഓരോരോ കാസറ്റുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. ഒരു 1000-ലധികം പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് മാർപ്പാപ്പ വന്നപ്പോഴത്തേക്കും ഒരു പാട്ട് ചെയ്തു. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ, ദേഹി ദേഹങ്ങളെൻ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഇത് അതിൻ്റെ കാഴ്ചവെപ്പിന് വേണ്ടി ചെയ്ത പാട്ടാണ്. അത് ഇത്രയും പോപ്പുലർ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ബോംബെയിൽ ഒരിക്കലും ഇപ്പോൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ മലയാളം കുർബാനയ്ക്ക് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നു, 30-35 കൊല്ലമായിട്ടുണ്ടാവും. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഈ പാട്ട് കേൾക്കാം. അത് ആളുകൾ അവിടെ മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക്, ജോൺ പോൾ II കുർബാനയ്ക്ക് അദ്ദേഹം അതിൻ്റെ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് പാടിയതാണ്. അത് ഞാൻ എൻ്റെ മൂത്ത മകൻ തീരെ കുട്ടിയായിരിക്കാൻ നേരത്ത് അവനെ കാലേക്ക് എടുത്തിക്കൊണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ കുറുക്ക് കോരിക്കൊണ്ടിരിക്കുകയും, ഈ വീടല്ല പഴയ വീടാണ്, ഓടിച്ച വീട്, ചെറിയ വീടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് ഇത് ഉടനെ എൻ്റെ റെക്കോർഡിങ്ങളെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഹാർമോണിയം എടുത്ത് വെച്ച് പയ്യെ ഇങ്ങനെ പാടുമ്പോഴത്തേക്കും ഇത് ഒരു കൂട്ടം ആളുകൾ മുഴുവൻ പാട്ട് പാടണമെങ്കിൽ അതിന് വേറെ പ്രകടനങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു പ്ലെയിൻ സാധനം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് എനിക്കൊരു മനസ്സിൽ തോന്നൽ വന്നിട്ട് 4 വരി ചെയ്തു. എന്നിട്ട് ഞാനത് വൈഫിനെ കേൾപ്പിച്ച് കൊടുത്തു. വൈഫ് ഇങ്ങനെ കൊച്ചിന് മൂത്തമാൻ, അവന് അമേരിക്കയിലാണ്, അവന് ഇങ്ങനെ കുറുക്ക് കോഴി കൊടുത്തിട്ടുമ്പോൾ ഇങ്ങനെ പോകുന്ന പറഞ്ഞ് ചിരിക്കണുണ്ട് എൻ്റെ ഇടയിൽ കൂടിയാണ്. അപ്പോൾ അതും കേട്ട ഇടയിൽ കൂടി ഞാൻ പറഞ്ഞൊരു പാട്ട് മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്ക്, അഭിപ്രായം പറയുന്നതാണ്. അപ്പോൾ അത്ര വലിയ സംഗീതജ്ഞൊന്നും അല്ലെങ്കിലും കേട്ടിട്ട് കേൾക്കുമ്പോഴുള്ള അഭിപ്രായം അറിയാമല്ലോ എന്ന് കരുതി ഞാനിത് അടുത്തിരുന്ന് പാടിക്കൊടുത്തപ്പോഴത്തേക്കും കേട്ടിട്ട് പറഞ്ഞു ഒന്നുകൂടി പാടുക, ഞാനൊന്ന് കേൾക്കട്ടെ ശരിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പാടിക്കൊടുത്തു. ഇത് കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ എന്നാണ്. അപ്പോൾ ഞാനോടത്ത് സംഗീതം കേട്ട് മാത്രം ശീലമുള്ള, പാടാണ്ട് കേട്ട് മാത്രം ശീലമുള്ള ഒരാൾക്ക് ഇത് കൊള്ളാമെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സാധാരണക്കാരന് ഇഷ്ടപ്പെടുമായിരിക്കും എന്നോർത്താണ് അത് ഫിക്സ് ചെയ്തത്. എന്നിട്ട് ചരണത്തിൻ്റെ ഒരു റഫ് ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് അനിയൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിടാ ഞാനിങ്ങനെ ഒരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മാർപ്പാപ്പയുടെ കുർബാനയ്ക്ക് വേണ്ടി, അപ്പോൾ അത് ഇതാണ് ചെയ്തേക്കണം. പക്ഷേ കേട്ടോ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് രണ്ടാമത്തെ ചരണമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ചരണമൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ബാക്കി ഓർക്കസ്ട്രയൊക്കെ അവൻ ചെയ്ത്, അതിന് ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്തത്, അതിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ അങ്ങനെ ആ പാട്ട് അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് ആളുകൾക്കെല്ലാം ആദ്യം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. പലരും അത് കൊള്ളാവുന്ന, അപ്പം ഒരു കുർബാനയ്ക്ക് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു രസമായിരിക്കും, അപ്പോൾ ആളുകളൊക്കെ ഏറ്റുപാടിക്കൊള്ളുന്നത്. ആളുകൾ ഏറ്റുപാടണമെന്നുള്ള എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം അതിന് കൂടുതൽ ഭയങ്കര മെലഡി അങ്ങനെ ബുദ്ധിമുട്ടുള്ള കണക്കിന് ആളുകൾ ഏറ്റുപാടുകളൊന്നും ഉറപ്പാണ്. ജനങ്ങളൊന്നും ഈ സംഗീതം പഠിച്ച ആൾക്കാരൊന്നും അല്ല. അപ്പോൾ അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടാൻ പറ്റിയ വിധത്തിൽ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് ഇങ്ങനെ ഞാൻ പല ട്യൂണുകളിട്ടിട്ട് ഈ ട്യൂൺ ഉറപ്പിച്ചു. അങ്ങനെയാണ് ആ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റെ ദാനങ്ങളല്ലോ മഹേഷ എന്നുള്ള പാട്ട് ഉണ്ടായത്. അതുപോലെ തന്നെ ഓരോ പാട്ടുകൾ ഉണ്ടാകുന്നതിന് ഓരോ കാരണങ്ങളുണ്ടാവും. ഓരോ പാട്ടും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ
തിരിഞ്ഞ് അവസാനം നല്ലൊരു പ്രോഡക്റ്റായി തീരാനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ പാട്ടുകൾ ജനിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാവും. ആ കഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മയിൽപ്പീലിക്കാവ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ഉള്ള ഒരു കാര്യം പറയാം. അത് മയിലായി പറന്നു വന്നുള്ളൊരു പാട്ട്. അത് ആദ്യം ചെയ്തത് വേറെ രാഗങ്ങളിലേക്കാണ്, ശ്രീരാഗം മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ മാറ്റി ചെയ്തതാണ്. ഈ അനിൽ ബാബു ഡയറക്ടർമാർ കേട്ടിട്ട് പറയുന്നു പുതുമ തോന്നിക്കണം, നമ്മളിവിടെ കേട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഈ പല രാഗത്തിലുള്ളത്, നിങ്ങളിത് ഒരു ചേഞ്ച് ഫീൽ ചെയ്യണ വിധത്തിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് പല ദിവസവും പോയി ഇങ്ങനെ ഹോട്ടലിൽ പോയിരുന്ന് പാടി കേൾപ്പിച്ച് കൊടുക്കും. അവരത് ഒരു വേറെ മാർഗ്ഗമില്ലെങ്കിൽ എടുക്കാം എന്നൊക്കെയുള്ളവർക്ക് അത് വേണ്ടെന്ന് പറയും. അങ്ങനെ ഉണ്ടാകും, നമുക്ക് നല്ലതാണെന്ന് നമ്മുടെ സിറ്റുവേഷന് ആപ്റ്റാണെന്ന് തോന്നണത് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അതുവരെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോരണത്. അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞാൻ ഒരു ദിവസം രാത്രി കിടന്ന് ഉറങ്ങണ നേരത്ത് പെട്ടെന്ന് 2 മണിയായി ഉണർന്നു പോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ അപ്പച്ചൻ പാടിക്കൊണ്ട് നടക്കുന്ന ചില ട്യൂണുകളുണ്ട്, പല രാഗത്തിലുള്ള പലതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് അവസാനം മരിക്കണതിന് കുറച്ചാളിന് മുമ്പ് ഇങ്ങനെ ഓരോരോ രാഗങ്ങൾ പാടിക്കൊണ്ട് നടക്കണം ഞാൻ കേട്ടത്. അപ്പോൾ പുള്ളി പാടിക്കൊണ്ട് നടക്കുന്നതിൽ ദേശരാഗം എന്ന് പറഞ്ഞൊരു രാഗമുണ്ട്. അന്ന് ദേശമാണെന്ന് എനിക്കറിയാൻ പാടില്ല. വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ സംഗീതത്തിലൊക്കെ വന്നപ്പോഴാണ് ഇത് ദേശരാഗമാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട രാഗം എന്നൊരു തോന്നൽ വന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മുളിക്കൊണ്ട് കൊടുക്കും. പലതവണ മുള്ള ഇതാണ്, മറ്റുള്ള രാഗങ്ങൾ അത്രയും മുള്ളാറില്ല. അപ്പോൾ എനിക്കിത് എന്ത് രാഗമാണെന്ന് രാഗമാണല്ല എന്താണ് മുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിങ്ങനെ കേട്ടിട്ടുള്ളത് മനസ്സിലിങ്ങനെ ഹോൾഡ് ചെയ്ത് കൊണ്ട് ഞാൻ രാത്രി 2 മണി ഉണർന്നപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ചെയ്ത് നോക്കിയാലാണ് എന്നിട്ട് അത് വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് കരുതി. പിറ്റേ ദിവസം അനിയൻ വന്നപ്പോൾ അനിയോട് പറഞ്ഞാൽ ഇത് ദേശരാഗത്തിൽ അപ്പച്ചൻ ഇങ്ങനെ മൂളിക്കൊണ്ട് കൊടുക്കുന്ന രാഗമായിരുന്നു, എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതിലൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രുതിയിട്ട് തന്നു. ഞാനിങ്ങനെ ഓരോ ട്യൂണുകൾ ഇട്ടിട്ട് അവസാനം ഇത് ഫിക്സ് ആക്കി. തരരാ ലിറിക്കില്ല, തരാര തരിരാര താരിരാര ഇങ്ങനെ ട്യൂണ് ഇങ്ങനെ ഇങ്ങനെ ട്യൂൺ ഇട്ടിട്ട് അത് ഫിനിഷ് ചെയ്ത് കുറച്ച് നേരം കൊണ്ട് അതുകൊണ്ട് കേൾപ്പിച്ചപ്പോൾ അനിൽ ബാബു ഡയറക്ടർമാർക്ക് ഓക്കെ, ഇതൊരു പുതിയ സാധനം, ഇതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ തന്നെ അത് രണ്ടാമതൊന്ന് പാടി ഒന്ന് പോളിഷ് ചെയ്ത് ഫിക്സ് ചെയ്ത് അത് റെക്കോർഡാക്കി രമേശ് നായർ കൊടുത്തപ്പോൾ പുള്ളി എഴുതി കൊണ്ടുവന്നു. 2 ദിവസത്തിനുള്ളിൽ പുള്ളി പാട്ട് എഴുതി കൊണ്ടുവന്നു. അപ്പോൾ മയിലായി പറന്നു പോവാ, മഴവില്ലും തോൽക്കും എന്നെ അഴകെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചേരണില്ല ട്യൂണും ലിറിക്കുമായിട്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞേ നിങ്ങൾക്കത് ചേർക്കാൻ എളുപ്പമല്ലേ, അതൊന്ന് ട്യൂണൊന്ന് മാറ്റി ശരിയാക്കിയപ്പോഴേ ഇതിനി അതിൻ്റെ ആശയം മാറിപ്പോകില്ലേ, ഞാൻ മാറി വേറെ രണ്ടാമത് പൊളിച്ചെഴുതുമ്പോൾ അന്ന് അങ്ങനെ ചെയ്യാൻ നേരത്തെ ഞാൻ അത് രണ്ടാമത് പൊളിച്ചു, ചില സ്ഥലങ്ങളിലൊക്കെ പൊളിച്ചെഴുതി. ആ പുള്ളി എഴുതിയ ആശയം മാറ്റാതെ എന്നെ ട്യൂൺ വരത്തക്കത്തിലൊക്കെ മാറ്റി ശരിയാക്കി അതൊരു ഫുൾ ഫിനിഷ്ഡ് ഫോം ആക്കിയപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടം. അത് പിന്നെ അത് റെക്കോർഡ് ചെയ്ത് തന്നെയല്ല, റെക്കോർഡ് ചെയ്തപ്പോൾ അത് ദാസേട്ടൻ ആ പാട്ട് പാടിയിട്ടുണ്ട്, ചിത്ര പാടിയിട്ടുണ്ട്, ജാനകിയമ്മ പാടിയിട്ടുണ്ട്. ജാനകിയമ്മ പാടിക്കഴിഞ്ഞിട്ട് ജാനകിയമ്മക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ കുറേ കാലം കൂടിയാണ് നല്ലൊരു മെലഡി എനിക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ തമിഴിലൊക്കെ വെറുതെ കടകൂടുകൂടുമെന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കും, തെലുങ്ക് ഒക്കെ മെലഡി ടച്ചൊക്കെ വിട്ട് കളഞ്ഞവർ. കുറേ കാലം കൂടിയാണ് ഒരു പാട്ട് മലയാളത്തിൽ പൊതുവെ ഈ അടുത്ത കാലത്ത് ഞാൻ പാടിയിട്ടില്ലെങ്കിൽ പോലും ഈ പാട്ട് കിട്ടിയത് എനിക്ക് വലിയ സന്തോഷമായി പോയിരുന്നു. അത് കേട്ടപ്പോൾ അത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ള ഒരു സിംഗർ നമ്മളോട് പറഞ്ഞപ്പോഴത്തേക്കും നമുക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ ചെയ്തതിന് കൂലി കിട്ടിയ പോലുള്ളൊരു ഭാഗ്യമായി കേട്ടപ്പോൾ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ജോൺ സാറിൻ്റെ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ട്യൂൺ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടിയ ഒരു സാഫല്യമാണ് ശരിക്കും പറഞ്ഞത്. അതങ്ങനെ അതെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തീരൂല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരും. അപ്പച്ചൻ PWDയിലാണ് ജോലി എന്ന് ഞാൻ പറഞ്ഞല്ല. ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വേണി പൊടിക്കുട്ടിയാണ്, അവന് അപ്പച്ചൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചന് ഒരു പരിപാടിയുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിച്ച് എൻ്റെ കയ്യെ പിടിച്ചിട്ട് നടക്കും. എന്നിട്ട് ആലുവയിൽ മാർക്കറ്റ് വരെയൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ പള്ളിയുണ്ട്, ഗോവിന്ദപ്പള്ളി എന്നൊരു പള്ളിയുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ. അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ എന്നോടും പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചു തരും. എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും എന്തിനാണ് നിന്നെ പ്രാർത്ഥിപ്പിച്ചതെന്നറിയാമോ? ഭക്തനാക്കാൻ. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ എല്ലാവരും ഭക്തന്മാരാവണമെന്ന് നിർബന്ധമുള്ള ആളാണ്.
അപ്പോൾ ഭക്തനാക്കാനൊന്നുമല്ല ഞാൻ നിന്നെ പ്രാർത്ഥിക്കാം, നീ പ്രാർത്ഥിക്കാൻ പഠിക്കണം. അങ്ങോട്ട് ഭക്തനായതുകൊണ്ട് പ്രയോജനമില്ല. ഭക്തനല്ല ശരിക്ക് ലോകത്തിന് ആവശ്യം, നല്ലവനെയാണ് ലോകത്തിന് ആവശ്യം. അപ്പച്ചൻ പറഞ്ഞു തന്നെ ഒരുപാട് കാരണം എനിക്ക് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഭക്തനാണെന്ന് കാണിക്കാൻ എന്ന് മറ്റുള്ളവർ പറയണമെന്നാണെങ്കിൽ നമ്മൾ ഭക്തി കാണിച്ചാൽ മതി. ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളെ ആക്ഷൻ കൊണ്ട് ആൾക്കാർ നമ്മളെ ഭക്തൻ എന്ന് വിളിക്കും. അതല്ല നമുക്ക് ആവശ്യം. ജനങ്ങൾക്ക് നമുക്ക് ഉപകാരമുള്ളത് നല്ലവൻ എന്നുള്ള പേര് ഏൽപ്പിക്കലാണ്. മനസ്സിലായേ? ഭക്തനാകാനേക്കാൾ നല്ലവൻ ഭക്തനുമായിരിക്കും, നല്ലവനുമായിരിക്കും, നന്മ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നല്ലവനാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പേര് ജീവിതകാലം നിലനിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലവൻ എന്നുള്ള പേര് ജീവിതകാലം നിലനിർത്തുകയാണെങ്കിൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. അവസാനം ഒരു മിനിറ്റ് മതി നല്ലവൻ എന്നുള്ള പേര് ജീവൻ നശിച്ചവനാണെന്ന് പറയാനായിട്ട്. അതുപോലും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു തരും. എന്നിട്ട് അതൊക്കെ എന്ന് തലയ്ക്ക് അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ അങ്ങനെ ശരിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ അപ്പച്ചൻ മരിച്ച് പല പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയപ്പോഴാണ് ഓർക്കുന്നത് നല്ലവൻ എന്നുള്ള പേര് നമ്മൾക്ക് എന്ന് നിലനിർത്തണം. അതുകൊണ്ട് അത് നിലനിർത്താനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട് ഞാൻ. എന്നുവെച്ചാൽ ഇയാളൊരു തല്ലിപ്പൊളിയാണെന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ അപ്പച്ചൻ്റെ പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും. അത് ശ്രമിച്ച് ആകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ പിന്നെ ഒരു ചെറിയ കാര്യങ്ങൾക്കും അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ ദേഷ്യം തന്നെ ആളെ ആരുടെയെങ്കിലും ഭാഗത്തൊക്കെ. അപ്പോൾ ആ ദേഷ്യമാണെങ്കിലും ഇപ്പോൾ കുറച്ച് ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് അപ്പച്ചനുണ്ടായി. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അപ്പച്ചനായിട്ട് സഞ്ചരിച്ചിട്ടുള്ളപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ട് ഈ സഞ്ചാരം. സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ ഒക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ പുള്ളി എപ്പോഴും എന്തെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് പറഞ്ഞു തരും. ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് അമ്മച്ചി ഒരു പരാതി പറഞ്ഞു എന്നെക്കുറിച്ച്. ഇപ്പോൾ ഭയങ്കര നുണയനാണ്. കാരണം ഇവരൊരു റോസ് കളറുള്ള ഒരു ചോക്കും കൊണ്ടുവന്നു ഇവിടെ. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ വാതിക്കൊക്കെ കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞു. അതൊന്നും നുണയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിച്ച് അങ്ങനെ വാതിക്കൽ ചോക്ക് കിട്ടേണ്ട കാര്യമില്ല, നീ ക്ലാസ്സിൽ നിർത്തണമെന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മിണ്ടിയില്ല. തല്ലി കിട്ടുമെന്ന് പഠിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അത് തന്നെയാണ് ടീച്ചറിൻ്റെ ചോക്കാണിത്, അത് എടുത്തിട്ട് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ചോക്ക്, വെള്ള ചോക്കാണെങ്കിൽ ഞാൻ എടുക്കില്ല, ഇത് പിങ്ക് കളറുള്ള ചോക്ക് അതിൻ്റെ വലിയ എടുത്തിട്ട് വന്നേക്കാണ്, ഫുൾ ചോക്ക് ഒട്ടിയിട്ടുള്ളത്. അപ്പോൾ അപ്പച്ചൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് സത്യം പറ, നിന്നെ ഞാൻ തല്ലാനൊന്നും പോണില്ല, സത്യം പറ, ഉള്ള കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് എടുത്തണമെന്നാന്ന് പറഞ്ഞു. എന്തിനാ എടുത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ പിള്ളേരും പിരിഞ്ഞപ്പോഴത്തേക്കും അവിടെ മേശപ്പുറത്തിരിക്കണുണ്ട്. എടുത്തിട്ട് വന്നാൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് എടുത്ത് വന്നാൽ ഇതാണ് സത്യം, നീ അല്ലെന്നൊന്നും പറയരുത്, ഇവിടെയൊക്കെ വാദിക്കാൻ കിടന്ന് കിട്ടിയതൊക്കെ നുണ പറഞ്ഞതിനാണ്, വാ പറഞ്ഞുതരാൻ വേണ്ടി അന്ന് കൊണ്ടുപോയപ്പോൾ എന്നോട് പറഞ്ഞ് എന്ത് കാര്യത്തിനും ഇപ്പോൾ വല്ല നഷ്ടമുണ്ടായോ, ഒരു സത്യം പറഞ്ഞ് ആദ്യം നുണ പറഞ്ഞപ്പോഴത്തേക്ക് നീ മോശക്കാരനായിട്ട് അമ്മച്ചി വിചാരിച്ചില്ലേ, അത് സത്യം പറഞ്ഞപ്പോഴത്തേക്ക് നീ നല്ലവനായി. അപ്പോൾ ഇനി നുണ പറഞ്ഞ് ഒരു കാര്യത്തിന് ജയിക്കരുത്, നുണ പറഞ്ഞ് ജയിക്കണേനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് തോക്കണതാണ്. എപ്പോഴും പുള്ളി പറഞ്ഞൊരു മെസ്സേജാണ് എനിക്ക്. ഇപ്പോഴും എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നുണ പറയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ കാര്യം ഓർമ്മ വരും. നുണ പറഞ്ഞ് ജയിക്കണേ എന്നുള്ളത് സത്യം പറഞ്ഞ് തോക്കണതാണ്. അപ്പോൾ അതിനൊരു ഒരു അന്തസ്സുണ്ട്. ആ സത്യം പറഞ്ഞ് സത്യമാണ് നമ്മൾ പറയണത്. നമുക്ക് ഇനി എന്ത് നഷ്ടം സംഭവിച്ചാൽ നിൽക്കില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ സത്യത്തിന് വിലയുണ്ട്, സത്യം എന്നുള്ള വാക്കിനുള്ള വില അതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര വിലയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല, എങ്കിലും അന്നത്തെ ആളുകൾക്ക് പലർക്കും ഈ നുണ പറഞ്ഞ് ജയിക്കുന്നവരെക്കാളും ഇഷ്ടം സത്യം പറഞ്ഞ് തോൽക്കുന്നവനായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പല വലിയ വലിയ ആൾക്കാരും പലരും ഇതിനെക്കുറിച്ച് പറയാറുണ്ടെങ്കിൽ പോലും അപ്പച്ചൻ എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും എൻ്റെ ജീവിതത്തിൽ, അതെൻ്റെ മരണം വരെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞേക്കണതാണ്. എൻ്റെ മൂത്ത മകൻ അമേരിക്കയിലുണ്ട്, ഞാനിടയ്ക്ക് അവിടെ പോകാറുണ്ട്, എൻ്റെ ഭാര്യ ഞാനോട് പോകാറുണ്ട്. പോകുമ്പോൾ അവനും എന്നോട് പറയുന്നു, അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്നേക്കണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു, ഇങ്ങനെ നുണ പറഞ്ഞ് ജയിക്കണേൽ നല്ലത് സത്യം പറഞ്ഞ് തോക്കണമെന്ന് അപ്പച്ചൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായമുള്ളത് എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു തന്നേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് ഇനി ഓഫീസിൽ ചെന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇയാൾക്ക് കുഴപ്പമില്ല, അപ്പോൾ നമ്മളൊരു നുണ പറഞ്ഞേക്കാം എന്നിട്ട് അയാളെ വെറുതെ ബുദ്ധിമുട്ടിച്ച് അയാളെ വിരോധം ഉണ്ടാക്കണ്ട, എന്നിട്ട് ഒരു നുണ പറഞ്ഞു കഴിയുമ്പോഴും എനിക്ക് അപ്പച്ചൻ പറഞ്ഞു തന്നേക്കണ കാര്യങ്ങൾ എൻ്റെ ഓർമ്മ വരും മനസ്സിൽ. അപ്പോൾ എൻ്റെ പേരിൽ നുണ പറയാൻ എനിക്കും ഭയങ്കര പ്രയാസമാണ്. എന്നാൽ അവൻ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞ നല്ലൊരു മെസ്സേജിൻ്റെ കാര്യം ഓർമ്മ വന്നു. പ്രിയം എന്നുള്ള പടത്തിന് വേണ്ടി ഇതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായി, ഒരു ഭക്തിഗാനം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഭക്തിഗാനം ചെയ്തതിൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു പാട്ടുണ്ട്. ആ ട്യൂൺ കയറി കേൾപ്പിച്ചു കൊടുത്ത്, അതിൻ്റെ പഴയ ലിറിക്കോട് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഇത് തന്നെ മതി, ഇതെടുത്താൽ മതി നമുക്ക്. പക്ഷേ ലിറിക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല, വേറെ കാസറ്റിൽ ഇറങ്ങിപ്പോയതല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കത് മാറ്റാം, ട്യൂൺ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പഴയ ലിറിക്ക് ഞാനിപ്പോൾ പാടാം.
സ്നേഹസ്വരൂപനാം നാഥ എന്നുള്ളതാണ് പടത്തിലുള്ള പാട്ട്. ഇത് സ്നേഹം നിറഞ്ഞ കൂദാശ ദൈവം വസിക്കും കൂടാരം രാവോട് രാവായി ദാഹാർത്തനായി ഇതാണ് കാസറ്റിൽ കൊടുത്തത്. പക്ഷേ കാസറ്റിലുള്ള ലിറിക്ക് വേണ്ട, ഈ ട്യൂൺ എടുത്തിട്ട് പുതിയത് ചെയ്താൽ മതി, പുതിയ ലിറിക്ക് എഴുതി ചെയ്താൽ മതി. അങ്ങനെയാണ് ചിത്ര പാടിയ പാട്ട്. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരുണ്ടാലംബം പാടി നിന്നെ വാഴ്ത്താം, പാടി നിന്നെ വാഴ്ത്താം. ആ പാട്ട് ഇപ്പോൾ ലിറിക്കുകളൊന്നും ഇങ്ങനെ ഓർത്തിരുന്ന് പാടാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പാട്ടുകൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഈ ലിറിക്കൊക്കെ കുറച്ചൊക്കെ വിട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ല പാടി അവസാനിപ്പിച്ചത്. ആ ട്യൂൺ അതാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000-ലധികം പാട്ടുകൾ കാസറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ല. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആഴ്ചകളിരുന്ന് പറയേണ്ടി വരും. ക്രിസ്ത്യൻ ഡിവോഷനിൽ തന്നെ ഒരുപാട് പേരുണ്ട്. മനോരമയ്ക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തതും നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ടുകളാണ്. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ, സ്നേഹം ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു, സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ഇതുപോലെ തന്നെ അവർ നിർബന്ധിച്ച് 5 പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 2-3 പടത്തിൻ്റെ വർക്ക് നടന്നിരിക്കുകയാണ്. 5 പാട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇടാൻ വേണ്ടി ഒരു പാട്ടെങ്കിലും ചെയ്തു തരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ വന്ന് നിർബന്ധിച്ചപ്പോൾ അതിൻ്റെ ലിറിക്ക് മേടിച്ചിട്ട് പോന്നിട്ട് വീട്ടിലിരുന്ന് ചെയ്താണ് ഒക്കെ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ ഓരോരോ അനുഭവങ്ങളുണ്ടാവും അതിനകത്ത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവാനുഭവം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ കൂടെ ഉള്ളതിൻ്റെയാണ്. കലാജീവിതത്തിൽ ദൈവാനുഭവം ഉള്ളതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ പോകാൻ പറ്റിയത്. ഫസ്റ്റ് റെക്കോർഡിങ് നടക്കുന്നത് 79-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ കലാരംഗത്ത് നിൽക്കാൻ പറ്റുന്നതും പല പാട്ടുകളും ജനങ്ങളുടെ മനസ്സിൽ കയറി ചെല്ലുന്നതും നമ്മളൊരു അറിയപ്പെടുന്ന സംഗീത സംവിധായകൻ എന്നുള്ള ഒരു പേര് കിട്ടിയതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, അത് ദൈവത്തിൻ്റെ തീരുമാനം. അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രം. ഇനിയും അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ള പ്രതീക്ഷയിൽ പോകണം. ഇനി നാളെ നമ്മൾ ഏത് വഴിക്ക് തിരിഞ്ഞു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ആഗ്രഹിക്കണ വിധത്തിൽ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് പറയും. അപ്പോൾ ഞാൻ ആ മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു പദവിയിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. എങ്കിലും ദൈവത്തിൻ്റെ തീരുമാനം മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോകണമെന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ പോയി. ഇപ്പോൾ ഇതിൽ ഈ ഇൻ്റർവ്യൂവിന് വരെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഇതൊക്കെ പറയേണ്ടി വന്നു. ഇതും ആഗ്രഹിക്കാത്തതല്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് നമ്മൾ തീരുമാനിക്കണമെന്നും ചിലപ്പോൾ സംഭവിക്കാറില്ല. അപ്പോൾ ഇനിയും ഒന്നും തീരുമാനിക്കുന്നില്ല, ദൈവം നടത്തുന്ന പോലെ ദൈവാനുഭവത്തിൽ അങ്ങനെയാണ് പോട്ടെ എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കുട്ടിക്കാലത്ത് ആലുവയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആലുവയിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ ചേർന്നത് നോർത്തിലുള്ള സെയിൻറ്റ് ഏഴ്സിനെ സ്കൂളിലാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടുന്നതിൻ്റെ പേരിൽ അവിടെയും പാടിയിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും പാടാൻ വേണ്ടി ഒരാഗ്രഹം കൊണ്ട് കയറി പാടും. അന്ന് അവിടെ വേറെ ഒരാളാണ് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ പള്ളിയിൽ പാടുമ്പോൾ എനിക്ക് കൂടെ പാടണമെന്നൊരാഗ്രഹം പറ്റും. ഞാൻ അവിടെയൊക്കെ പോയി നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നേരത്ത് ഒരിക്കൽ ആൻ്റണി റിബേറോ എന്ന് പറഞ്ഞ വികാരിച്ചനുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛൻ ഞാൻ കൂടെ പാടുന്നത് പലപ്പോഴും അടുത്ത് നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ്, നീ ഒന്ന് ഖുർആൻ കഴിയുമ്പോൾ ഒന്ന് മേടയിലേക്ക് വാ പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടിട്ട് മേടയിൽ ചെന്നപ്പോഴത്തേക്കും നീ ഒരു പാട്ട് പാടണമെങ്കിൽ തോന്നിയില്ല എനിക്ക് അടുത്ത് നിന്നിട്ട്. അപ്പോൾ നിനക്ക് പാടാൻ പാടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് പാടാനായിട്ട് ആരും എന്നെ വിളിക്കണില്ല. ഞാൻ വിളിച്ചിട്ട് വേണം ഞാൻ പറയാം അവരോട്, നീ പാടാണ്ട് ഒരു പാടാൻ പറയാം. പുള്ളി അക്കോഡിയം വായിക്കുന്ന ആളാണ്, അക്കോഡിയം ഉണ്ട്. പുള്ളി തന്നെ കുറേ ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മാതാവിൻ്റെ പാട്ടും ഈശോൻ്റെ പാട്ടൊക്കെ കുറേ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിങ്ങനെ അവിടെ പാട്ട് പഠിച്ച് ഇംഗ്ലീഷ് പാട്ടുകളാണ് പുള്ളിക്ക് താല്പര്യം. പുള്ളി ഒരു ആംഗ്ലോ ഇന്ത്യൻ അതിൻ്റെ പേരിൽ പുള്ളിക്ക് ഇംഗ്ലീഷ് പാട്ടുകളോട് വലിയ താല്പര്യമാണ്. ഈ അക്കോഡിയം വായിക്കുകയും ചെയ്യും. അന്നത്തെ ഇറ്റാലിയൻ അക്കോഡിയമാണ് പുള്ളിയുടെ ഉള്ളത്. അപ്പോൾ എനിക്കിതൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ഇത് പഠിപ്പിച്ച് തരുമ്പോൾ ആ പാട്ട് പാടിയിട്ട് അപ്പോൾ പുള്ളി പറയും ഇംഗ്ലീഷിൻ്റെ ആക്സെൻറ്റ് ഇതല്ല, നീ ഇങ്ങനെ പാടും അങ്ങനെ പാടുമ്പോൾ പുള്ളിക്ക് അത്
പഠിപ്പിച്ചു തന്നെ. ആ പുള്ളിയാണ് എന്നെ, ഈ വികാരിച്ചനാണ്, ഈ ആൻ്റണി റിബേറോ എന്ന് പറഞ്ഞ അച്ഛനാണ് എന്നെ കൊയറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ കൊയറിൽ ഞാൻ കുറച്ച് തപ്പി ഹാർമോണിയം വായിക്കും. അപ്പോൾ ഹാർമോണിയം വായിക്കുന്ന ആൾ അവിടെ ഇല്ലാത്തപ്പോൾ ഈ തപ്പി വായിക്കണം എന്നെ പിടിച്ചു ഇന്ന് എന്തെങ്കിലും കാണിച്ചു അങ്ങനെ ഈ അവിടെയൊക്കെ വായിച്ചുള്ള ഒരു ചെറിയ ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. അവസാനം എനിക്കൊരു ധൈര്യം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടുത്തെ കൊയറിൽ, എൻ്റെ ഇടവപ്പള്ളിയിലെ കൊയറിൽ ഞാൻ വായിക്കാൻ തുടങ്ങി. കുറേ നാൾ വായിച്ചു അങ്ങനെ. അതിനുശേഷമാണ് ഞാൻ ഈ ഫുട്ബോൾ ഭ്രാന്ത് മൂത്തിട്ട് പൊന്നുരുത്തിയിലേക്ക് പോകണത്, പൊന്നുരുത്തി ആശ്രമത്തിൽ ചെന്ന് ചേരണത്. ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹത്തിലാണ് പോയതെങ്കിലും അവിടെ ഞങ്ങളുടെ ലീഡർ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കണ ഒരു മെൻഡസ് അച്ഛനുണ്ടായി. ഈ മെൻഡസ് അച്ഛനാണ് എൻ്റെ പാട്ടിനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് എന്നെ പാട്ട് പാടാനായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ ആ കപ്പുച്ചൻ ആശ്രമത്തിൽ ഈ ഫുട്ബോൾ കളിക്കാൻ ചെന്ന ആൾ പാട്ടുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ പാട്ടുകാരനായി അവിടുത്തെ ഒരു ലീഡ് സിംഗറായി കഴിഞ്ഞപ്പോഴാണ് പുള്ളി പല പാട്ടുകളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ക്ലാസ് കൂട്ടി വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഏതെങ്കിലും സിനിമാ പാട്ടും പഠിച്ചിട്ട് പോകാം, എന്നെ ഞാനൊരു പണി ചെയ്യാം, അവിടെ മത്സരത്തിന് ചേർക്കാം സ്കൂളിൽ, എന്നിട്ട് അവിടെ പാടിക്കാം പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് പാടിച്ചിട്ടൊക്കെ പഠിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരേ സിനിമാ പാട്ട് പഠിച്ചിട്ട് അവിടെ ചെല്ലും, അവിടുത്തെ മത്സരത്തിന് ചേരും, മത്സരത്തിൽ ഫസ്റ്റ് കിട്ടും. കാരണം വെറുതെ ഞാൻ പോയി പാടിയാൽ എനിക്ക് ഫസ്റ്റ് കിട്ടില്ല, അവിടെ സെൻറ്റേഴ്സിൽ പാടിയ പോലെ ആയിപ്പോൾ. പുള്ളി കറക്റ്റ് ചെയ്ത് ശ്രുതിയിൽ ചേർത്ത് കറക്റ്റ് താളത്തിൽ അതിൻ്റെ ഫീല് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് പാടാനുള്ള ഒരു നല്ലൊരു ഗ്രൂമിങ് എനിക്ക് തന്നത്. ഗ്രൂമിങ് എന്ന പേരൊന്നും തന്നില്ല, ഇപ്പോഴാണുള്ളത്. അപ്പോൾ പുള്ളി എന്നെ പ്രാക്ടീസ് ചെയ്യിച്ച് പലതവണ ഇത്തരം പിള്ളേരെ മുമ്പിൽ വെച്ച് പഠിച്ചിട്ട് ഇനി പാട് കേൾക്കട്ടെ, ആദ്യത്തെ പാട്ടല്ല രണ്ടാമത്തെ പാട്ട് പാടും, അതിന് 2-3 പാട്ട് പഠിപ്പിച്ചിട്ട് പുള്ളി പറയാം, എല്ലാവരോടും കൂടി ചോദിക്കും ഇതിൽ ഏത് പാട്ടാണ് ഇപ്പം പാടിയത് നല്ലതെന്ന് ചോദിച്ചിട്ട്, അതിൽ രണ്ടാമത് പാടിയ പാട്ടാണ് നല്ലതെന്ന്. എന്നാൽ ഈ പാട്ട് പാടിയോ എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ ക്ലാസ്സിൽ അവിടെ സ്കൂളിൽ ചെന്നിട്ട് പാടുമ്പോൾ അതിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ട് ഇത് തന്നെ ആയിരിക്കുള്ളൂ, അപ്പോൾ അത് പാടിയാൽ മതി. അങ്ങനെ 1-2 പാട്ട് പാടി എല്ലാ കൊല്ലവും അവിടുത്തെ ഫസ്റ്റ് പാടി. എൻ്റെ ഇപ്പോൾ കൂട്ടുകാരനാണ് അയാൾ, ഫ്രെഡി പള്ളൻ. അയാൾക്ക് ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ ഫ്രെഡി പാടിയാൽ അയാൾക്ക് ഫസ്റ്റ്, ബാക്കി സെക്കൻഡിന് വേണ്ടി മത്സരം വന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ എന്നെ നന്നായിട്ട് കോച്ച് ചെയ്താണല്ലോ ഇവിടുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടാൻ തുടങ്ങി, ഫ്രെഡിക്ക് സെക്കൻഡ്, ഫ്രെഡി പള്ളന് സെക്കൻഡ്. പക്ഷേ പുള്ളി ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ല സ്വഭാവമുള്ള ആളാണ്. കൊച്ചുങ്ങളാണെങ്കിലും എനിക്ക് ഇത്തിരി കുറുമ്പ് കൂടിയ ആളായിരുന്നു ഞാൻ. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ആയപ്പോൾ എനിക്ക് കുറുമ്പ് വന്നു ഞാൻ. പക്ഷേ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് അയാൾക്കൊരു കുറുമ്പില്ല, എന്നെക്കൂടി ഭയങ്കര സ്നേഹമാണ് പുള്ളി. ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ, ഡെസ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് അയാൾ ചെവി വെക്കും, ഞാൻ പാടും, അയാൾ പാടുമ്പോൾ ഞാൻ ചെവി വെക്കും. ഇങ്ങനെ ഞങ്ങൾ വലിയ കൂട്ടുകാരെ. അങ്ങനെയാണ് അവിടുത്തെ സെൻറ്റ് റീതാസ് ഹൈസ്കൂളിലെ പൊന്നുരുത്തി സെൻറ്റ് റീതാസിലെ പാട്ടുകാരനായി അങ്ങനെ അവിടുത്തെ 2-3 കൊല്ലം ഞാൻ അവിടുത്തെ ഒരു ലീഡ് സിംഗറായി തീർന്നു. അപ്പോൾ ആ പരിസരത്തുള്ള നാടകങ്ങളിലുള്ള ആളുകളും സ്പോൺസറിലൊക്കെ പല നാടകങ്ങളും, ചമ്പക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടുത്തെ പള്ളിയിലുള്ള നാടകം കളിക്കുമ്പോൾ ആ നാടകത്തിലെ പാടങ്ങളൊക്കെ ആയിട്ട് പലരും വന്ന് വിളിക്കാനും, അന്ന് വിളിക്കുന്ന ആൾക്കാർ നമുക്കൊന്നും കിട്ടുമൊന്നുമില്ല, വിളിക്കുന്ന ആൾക്കാർ നമ്മളെ വീട്ടിൽ വന്നിട്ട് സൈക്കിളും വരുത്തി കൊണ്ടുപോകും, നമ്മൾ തിരിച്ച് സൈക്കിളും വരുത്തി കൊണ്ടുവന്നാക്കി. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടുകാരൻ എന്നുള്ള ഒരു ലേബൽ കിട്ടി പരിസരങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അപ്പച്ചൻ്റെ കണ്ടിന്യൂഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പാട്ട് പാടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പാട്ട് എനിക്ക് സ്റ്റൊമക്കിൻ്റെ പ്രശ്നം കൊണ്ട് പാട്ട് ശബ്ദം ശരിയാകാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും അത് നിർത്തി. എൻ്റെ ഒരു ഓട്ടോമൊബൈലിൽ പോയി പഠിച്ച കാര്യം പറഞ്ഞല്ലോ, അതിലേക്ക് പോയി. പിന്നെ ഞാൻ പാട്ടുകാരനും അല്ല കലാകാരനും അല്ലാത്തൊരവസ്ഥയിൽ വന്നു. അതിനുശേഷം സംഗീത സംവിധായകനായിട്ട് വന്നപ്പോഴാണ് ഈ കാസറ്റുകളും അന്ന് ഇത്ര സംഗീത സംവിധായകരുണ്ടെങ്കിലും എല്ലാവർക്കും വർക്ക് കിട്ടുന്ന ഒരു സമയമുണ്ട്, കാരണം ഇഷ്ടംപോലെ കാസറ്റുകൾ ഇറങ്ങണം. അങ്ങനെയാണ് സംഗീത സംവിധാനത്തിലേക്ക് വരണം. അതിനുശേഷം സംഗീത സംവിധാനത്തിൽ വന്നെങ്കിലും ആരും അറിയില്ലായിരുന്നു തന്നെ. അതിനുശേഷമാണ് ഞാൻ KSRTC കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചപ്പോൾ ഞാൻ KSRTC ജോലിക്കാരൻ എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ ലേബിൾ. കാരണം മ്യൂസിക് ആരും അറിയില്ല, സിനിമയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫോട്ടോ വെച്ചിരുന്ന കല്യാണം കഴിച്ചിരുന്ന ഐഡാമ്മ എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്. എനിക്ക് 2 കുട്ടികളുണ്ട്, ആഷിൻ ഇഗ്നേഷ്യസും സുബിൻ ഇഗ്നേഷ്യസും. ആഷിൻ ഇഗ്നേഷ്യസ് അമേരിക്കയിലാണ്, അവിടുത്തെ വേൾഡ് ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അവിടുത്തെ ഇടപാട് പോകാറുണ്ട്. സുബിൻ ഇഗ്നേഷ്യസ് മ്യൂസിക് MA ആണ്. MA കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എറണാകുളം സെൻറ്റ് ആൽബർട്ട്സിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കിട്ടി. അതാണ് എൻ്റെ ഫാമിലി. അപ്പോൾ ഞങ്ങൾ 2 ആൺമക്കളും എനിക്കുണ്ട്, വൈഫും ഞാനും. അമ്മ മരിച്ചുപോയി, അമ്മ എൻ്റെ കൂടെ ആയിരുന്നു അവസാനമായപ്പോൾ. അപ്പോൾ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ സെൻറ്റ് റീതാസിൽ ചെന്ന് അവിടെ ഞാൻ കുറേ ഷൈൻ ചെയ്ത കാര്യമൊക്കെ പറഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ശേഷമാണ് ഈ സംഗീത സംവിധായകനാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവിടെ പലപ്പോഴും സ്കൂളിൽ ചെല്ലേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. കാരണം അവരെ പോലെ അവിടെ ഇരുന്ന് ആ ബെഞ്ചിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ അറിയപ്പെടുന്ന ഒരാളെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഓർമ്മയും കൂടി ഞാൻ പറയാം.
പണ്ട് എൻ്റെ വീടിൻ്റെ സൈഡിൽ കുറച്ചപ്പുറത്തായിട്ട് ഒരു HMC ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഉണ്ട്. അത് വളരെ ശുഷ്കിച്ചൊരു ക്ലബ്ബായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്നെന്ന് പറഞ്ഞാൽ വളരെ വലിയ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും, അന്ന് TV ഒന്നുമില്ല ആളുകളുടെ വീട്ടിൽ, എല്ലാവരും വന്ന് കൂടുന്ന സ്ഥലമാണ് അവിടെ. അവിടെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവിടെ ഹാർമോണിയം ഉണ്ട്, തബലയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പ്രായത്തിലുള്ള കുറച്ച് ആൾക്കാർ, ഒരു പാടൻ ജോണി എന്ന് പറഞ്ഞൊരു ഹാർമോണിസ്റ്റ് ഉണ്ട്, പിന്നെ സേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടുകാരനുണ്ട്. ഞാൻ ഒരു കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളാണ്. അവിടെ ചെന്ന് അതിൽ കൂടും. അപ്പോൾ ഞാനവിടെ ചെന്ന് എന്നെ ആരും അറിയില്ല. പിന്നെ അവർ ചെല്ലുമ്പോൾ അവർ പുറത്താക്കുമെന്നൊക്കെ ഒരു പേടിച്ചാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് അവർ ക്യാരംസുകളെയും ചീട്ടുകളെയും ഒക്കെ ആയിട്ട് അവർ എല്ലാ വലിയ ആളുകളൊക്കെ അവിടെ എന്നെ ശ്രദ്ധിക്കണ പോലുമില്ല. അപ്പോൾ എനിക്ക് ധൈര്യമായി, എന്നെ പുറത്താക്കൂലുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇരുന്ന് അവിടെ അവരുടെ കൂടെ കൂടി സംഗീതത്തിലൊക്കെ കുറച്ചങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇരുന്നിട്ട് HMC ആർട്സ് ക്ലബ്ബിൽ അവരുടെ ഒരു വാർഷികത്തിന് ഇവിടെ വന്നത് KP ഉമ്മർ സാറാണ്, നടൻ. അന്നത്തെ വലിയ ഫേമസ് നടനാണ് പുള്ളി. അദ്ദേഹമാണ് ആ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിലുള്ള ഗ്രൗണ്ടിലാണ് വാർഷികം, സ്റ്റേജ് കെട്ടി വാർഷികം, അവരുടെ നാടകമൊക്കെ കളിക്കുന്നത്. ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയാണ്. അവിടെ കുട്ടികളിരിക്കുന്നത് ഫ്രണ്ടിലാണ്, ഈ നിലത്ത് മണ്ണിൽ. അപ്പോൾ നേരത്തെ തന്നെ പോയിരിക്കും. ഇന്നപോലെ വീട്ടിൽ TV കാണാനും ആസ്വദിക്കാനൊന്നും വേറെ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ ഒരു 6 മണിക്ക് ആയപ്പോൾ ചെന്നത് 7 മണി എന്നൊക്കെ KP ഉമ്മർ വന്ന് ഉദ്ഘാടനം ചെയ്യും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ 7, 7:30, 8 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ ഇത്. അപ്പോൾ 2 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് പിള്ളേർ ഒച്ചപ്പാടും ബഹളവും മണ്ണ് വാരി എറിയലൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ 7, 7:30 ആയപ്പോഴത്തേക്കും അദ്ദേഹം വന്ന് സ്റ്റേജിലിരുന്ന് കട്ടം പൊങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം നല്ല മേക്കപ്പൊക്കെ ചെയ്ത സൂര്യൻ ഉദിച്ചു പോലത്തെ മുഖമായിട്ടിരിപ്പുണ്ട്. എന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ ഈ HMC ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പള്ളിയുടെ മുമ്പിലെ ഗ്രൗണ്ടിലാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓർത്തത് ഈ പള്ളിയുടെ വലിയ ക്ലബ്ബായിരിക്കും എന്ന് ഓർത്തത്. പക്ഷേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആർട്സ് ക്ലബ്ബ് എന്നാണ് ഇതിൻ്റെ ക്ലബിൻ്റെ പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ കൊള്ളാം, നല്ല കാര്യമുള്ള. അപ്പോൾ ഇവിടുത്തെ ഈ നാട്ടുകാർ അത്രയും ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഇപ്പോൾ കൊച്ചു കുട്ടികളിങ്ങനെ ഇരുന്നിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി മണ്ണ് വാരിയൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരെ മോശം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നായിരിക്കും അറിയപ്പെടുന്ന ഒരു കലാകാരൻ വരാൻ പോകണം. ഈ കലാപ്രകടനങ്ങൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് അവരൊന്നും ഇരിക്കില്ല എങ്ങനെ നേരത്തെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അറിയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ കയറി വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വരുമായിരിക്കാം ഇതിൻ്റെ അന്ന് എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ഞാനൊരിക്കൽ ചെന്നൈയിലെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത്, അന്ന് ചെന്നൈയിലെ മദ്രാസ് എന്ന് പറയുന്നത് സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നത് മംഗല്യസൂത്രത്തിൻ്റെയാണ്. അവിടെ AVM സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് വേണ്ടി പൂജയുടെ സമയത്ത് ഇദ്ദേഹം വന്നിട്ടുണ്ടായി അവിടെ, KP ഉമ്മർ സാർ. പൂജ കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു, പക്ഷേ ഇദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളുടെ കൺസോൾ റൂമിൻ്റെ സൈഡിൽ ഒരു ഇത്തിരി ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു സോഫ കിടപ്പുണ്ട്, അതിനകത്ത് ചെറിയ ലൈറ്റും ഉണ്ട്. പുള്ളി ആ ലൈറ്റിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ നോട്ട്സ് കൊടുക്കുന്നുണ്ട്, ആൾക്കാരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കറങ്ങി ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്, ഈ ഉമ്മർ സാറ്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ കണ്ണറിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നോക്കിയിട്ട്, ഓ മ്യൂസിക് ഡയറക്ടറാണല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലായി എന്ന് തോന്നി പുള്ളിക്ക് പൂജയൊക്കെ എന്നെ കണ്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് സാറിനോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോളൂ, ഇരിക്കൂ എന്ന് പറഞ്ഞു. ഞാനവിടെ ഇരുന്നിട്ട് പുള്ളി പറഞ്ഞു, സാറിങ്ങനെ HMC ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ടായി കലൂര്. ഓ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പള്ളിയുടെ മുമ്പിലല്ലേ. അതേന്ന് പറഞ്ഞു. HMC ആർട്സ് ക്ലബ്ബിനെ പറ്റി എന്തോ പറഞ്ഞല്ലോ ഞാൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആർട്സ് ക്ലബ്ബ് എന്ന് കേട്ടപ്പോൾ സാറിന് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞത്. ശരിയാണ് പറഞ്ഞു. അത് ഞാൻ ഓർക്കണ്ടെന്ന്. അപ്പോൾ സാറ് ഒരു കാര്യം കൂടി പറഞ്ഞു, അത് സാർ ഓർക്കണമെങ്കിൽ ഞാൻ ഓർക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഈ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോൾ അറിയപ്പെടുന്ന ഒരാൾ വരൂലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നൊരു വാക്ക് സാറ് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്തും മാനത്തെ കൊട്ടാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു അറിയപ്പെടുന്ന ഒരാളായിട്ടുണ്ട് ഇപ്പോൾ. വെരി ഗുഡ്. അന്ന് ആ കുട്ടികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നോ? വെരി ഗുഡ്. പുള്ളി ഷെയ്ക്കാൻ്റെയൊക്കെ തന്നെ എനിക്ക് അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവം കിട്ടി. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ദൈവമായിരിക്കാം, അല്ലാതെ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ എന്നെ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് എന്നെ ഇങ്ങനെ ദൈവം കൊണ്ടുപോയി എന്നെ മ്യൂസിക് ഡയറക്ടറാക്കി. ഇങ്ങനെ അറിയപ്പെടുന്ന ആളാകണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായില്ല, പക്ഷേ എന്നെ അറിയപ്പെടുന്ന ഒരാളാക്കി. നിങ്ങളൊക്കെ ഏറ്റുപാടുന്ന കുറേ പാട്ടുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് അത് മൂലം ഞാൻ അറിയപ്പെടുന്ന, നിങ്ങളെൻ്റെ പേരും അറിയുന്ന ഒരു ആളാകാനുള്ള ഒരു അവസരം എനിക്ക് ദൈവം ഒരുക്കി തന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ കലാജീവിതത്തിലുള്ള ദൈവാനുഭവം കൊണ്ട് എന്നെ ഇങ്ങനെ നടത്തിയെടുത്ത് ഇവിടെ എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്.